അടിവേരുകൾ അന്വേഷിച്ചു പോകുമ്പോൾ ഇഷ്ടക്കാരും കുടുങ്ങുമെന്നുറപ്പുള്ളതുകൊണ്ട് മണിച്ചിത്രത്തായിട്ട് കെട്ടിപ്പൂട്ടി വെച്ച റിപ്പോർട്ട് പുറത്തുവന്നത് 4.5 ആണ്ടിന് ശേഷമാണ്. ആ റിപ്പോർട്ടിലുണ്ടായിരുന്നത് അതീവ ഗുരുതര കുറ്റകൃത്യങ്ങളാണ്. നിയമത്തെ വളച്ചൊടിച്ച് കെട്ടിയ നുണകളുടെ അണ കോടതിയുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒലിച്ചുപോയി. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുള്ള നാട്ടിൽ സ്ത്രീകളുടെ പ്രശ്നത്തിൽ സർക്കാരിന് അതിശയിപ്പിക്കുന്ന നിഷ്ക്രിയത്വമാണെന്ന് സംസ്ഥാനത്തെ പരമോന്നത കോടതി പറയുമ്പോൾ നാണമില്ലേ സർക്കാർ എന്നല്ലാതെ എന്തു ചോദിക്കാൻ? ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി അബിൻ വർക്കി, അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ, കെ അജിത, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ എന്നിവരാണ് അതിഥികളായുള്ളത്. ആദ്യം കെ അജിതയിലേക്ക് പോകുന്നു. അജിത, ഇന്ന് ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് എന്ന് പറയുമ്പോൾ ഒരു വനിതാ ജഡ്ജി അടക്കം 2 ജഡ്ജിമാരുള്ള പ്രത്യേക ബെഞ്ച്, ആ ബെഞ്ചിന്റെ ഇന്നത്തെ പരാമർശങ്ങൾ സർക്കാർ നേരത്തെ ഉന്നയിച്ച വാദങ്ങൾ പൂർണ്ണമായി തള്ളിക്കളയുന്നതല്ലേ? എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടില്ല എന്നതിന് സർക്കാർ ആവർത്തിച്ചു പറഞ്ഞിരുന്നത് ആ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് ഹേമ കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ്. അതിനേറ്റ തിരിച്ചടിയല്ലേ എന്ന് കോടതിയിലുണ്ടായത്? അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമ്മൾ കരുതേണ്ടി വരും. കാരണം ഹേമ കമ്മിറ്റി അങ്ങനെ പറയുന്നത് ഈ പെൺകുട്ടികളുടെ 60ഓളം പെൺകുട്ടികൾ സ്ത്രീകൾ മൊഴി കൊടുത്തിട്ടുണ്ട്. ഈ തങ്ങൾക്ക് നേരിട്ടിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നും അതിൻ്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നും തങ്ങളെ ഈ തൊഴിലിടത്തിലേക്ക് കടത്തണമെങ്കിൽ തന്നെ അവർ സഹകരിക്കണം എന്നുള്ളതൊക്കെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ലൈംഗിക അതിക്രമങ്ങൾ നടന്നിട്ടുള്ളത് എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. 60 പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെ മൊഴികളാണ് രഹസ്യമാക്കി വെക്കേണ്ടത് എന്നാണ് ഹേമ കമ്മിറ്റി നിർദ്ദേശിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ മൊത്തം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിൻ്റെ നിർദ്ദേശങ്ങളുണ്ടല്ലോ, സർക്കാർ ഇന്നതൊക്കെ ചെയ്യണം എന്ന് പറയുന്ന നിർദ്ദേശങ്ങൾ, അത് ഒളിപ്പിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഹേമ കമ്മിറ്റി പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, ഈ പെൺകുട്ടികളെ അവരുടെ പേര് വിവരങ്ങളും അവരുടെ മൊഴികളും രഹസ്യമാക്കി വെക്കണമെന്നുള്ള ഒരു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഹേമ ജഡ്ജ് അവർ സ്വന്തം ടൈപ്പ് ചെയ്തിട്ടാണ് ഈ ജഡ്ജ്മെൻറ്റ് ഉണ്ടാക്കിയതെന്നല്ലേ ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയതെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇത് എന്തായാലും സർക്കാർ തന്നെ നിയമിച്ച ഒരു കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. അത് എന്തുകൊണ്ട് നടപ്പിലാക്കാൻ ഇതുവരെയും ഒരു ശ്രമം ഉണ്ടായില്ല എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഈ ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം വളരെ നല്ല ഉദ്ദേശമായിരുന്നു. തീർച്ചയായിട്ടും പതിറ്റാണ്ടുകളായി സിനിമാ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീ ചൂഷണത്തിൻ്റെയും സ്ത്രീ വിവേചനത്തിൻ്റെയും സ്ത്രീ പീഡനത്തിൻ്റെയും കഥകളല്ല, അനുഭവങ്ങൾ ഓരോ പെൺകുട്ടിയും പറയുമ്പോൾ അത് ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് മാത്രമാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ട് അത് പുറത്തു വരണം എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ ഉദ്ദേശം. ഓക്കെ, അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും ചെയ്തു. ആ ഉണ്ടാക്കിയതിൻ്റെ അതൊരു ആരംഭശൂരത്വം പോലെ പിന്നീട് അത് തുടർന്ന് നടപ്പിലാക്കാനുള്ള ഒരു വ്യഗ്രത കാണിക്കുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ വ്യഗ്രതയല്ല, താല്പര്യം കാണിച്ചില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. കാരണം ഈ 4.5 വർഷം ഇത് ആരും അറിയുന്നില്ല എങ്ങനെയൊരു കമ്മിറ്റിയിൽ ഇത്തരം ഭീകരമായ റിപ്പോർട്ടുകൾ ഉണ്ടെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹേമ കമ്മിറ്റി പല നിർദ്ദേശങ്ങളും സർക്കാരിന് വെച്ചിട്ടുണ്ടെന്നും തൊഴിലിടങ്ങളിലെ ലൈംഗിക ചൂഷണം അല്ലെങ്കിൽ ലൈംഗിക പീഡനം, ലൈംഗിക വിവേചനങ്ങൾ ഇതെല്ലാം തന്നെ കൈകാര്യം ചെയ്യപ്പെടേണ്ടതാണെന്നും, തൊഴിലിടം എന്നുള്ളത് സിനിമാ ഇൻഡസ്ട്രി ഒരു തൊഴിലിടം എന്നുള്ള രീതിയിലാണ് ഇതിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ പുറത്തു വരണം തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പെൺകുട്ടികളുടെ മൊഴികൾ അത് രഹസ്യമാക്കി വെക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് അവർ കൊടുത്തിട്ടുള്ളത്. ശരി, അതിലാണ് ഒരു രഹസ്യ സ്വഭാവം വേണ്ടി വന്നത്. ശരി അബിൻ വർക്കി, ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ശരി അജിത. അബിൻ വർക്കി, ഇവിടെ കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി, ഇതാണ് സർക്കാർ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിനിമയിലെ സ്ത്രീകൾക്ക് നീതി നേടിക്കൊടുക്കാനുള്ള ഒരു കമ്മിറ്റി രാജ്യത്ത് തന്നെ ഇത് ആവർത്തിച്ചു പറഞ്ഞിരുന്നാണല്ലോ. പക്ഷേ ഈ 4.5 വർഷം നടപടിയെടുക്കാത്തതിൽ അത്ഭുതപ്പെടുന്നു എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതിലെ നിർദ്ദേശങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, അതിലെ കുറ്റകൃത്യങ്ങളിൽ എന്തായി നടപടി എന്നുള്ളതാണ് കോടതിയുടെ ചോദ്യം. നിങ്ങൾ ഉന്നയിച്ച അതേ രൂപത്തിലാണോ കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായിരിക്കുന്നത്? നിങ്ങൾ ഈ വിഷയത്തിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് ആ രൂപത്തിൽ തന്നെയാണോ കോടതിയും മനസ്സിലാക്കിയിരിക്കുന്നത്?
തീർച്ചയായിട്ടും സ്മൃതി, ഇതിനകത്ത് ആദ്യം മുതൽക്കേ ഞങ്ങളുടെ വിമർശനവും ഞങ്ങൾ സർക്കാർ ഇതിനകത്ത് ഒളിച്ചു കളിക്കുകയാണ് എന്നുള്ള പറയാനുള്ള കാരണവും ഇതുതന്നെയായിരുന്നു. 4.5 കൊല്ലമായി ഈ റിപ്പോർട്ട് കയ്യിൽ വെച്ചുകൊണ്ട് ഈ റിപ്പോർട്ടിന്മേൽ ഒരു നടപടിയും എടുക്കാത്ത സർക്കാരാണ് ഇത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ വിമർശനം. ആ വിമർശനം ഇന്ന് കോടതി ശരിവച്ചിരിക്കുകയാണ്. രണ്ടാമത്, ഈ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി നടിമാർ അവരുടെ തൊഴിലിടങ്ങളിൽ നേരിട്ട അനീതികൾക്കെതിരായി കംപ്ലൈന്റ് കൊടുക്കുകയും തെളിവുകൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കംപ്ലൈന്റ് കൊടുത്തപ്പോൾ അതിനകത്തുള്ള സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ കംപ്ലൈന്റുകൾ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നും അതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തിക്കൊണ്ട് കുറ്റക്കാരായവർക്കെതിരെ, അതിന്റെ വസ്തുത കുറ്റക്കാരായവർക്കെതിരെ നടപടിയെടുക്കണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ രണ്ടാമത്തെ ആവശ്യം. ആ ആവശ്യം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണമായ രൂപം അത് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞതും 2 അംഗ ഹൈക്കോടതി ജഡ്ജിമാരെ വെച്ച്, അതിൽ തന്നെ വനിതാ ജഡ്ജിമാരെ വെച്ചതും ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഇത്രയേറെ വിമർശനങ്ങൾ ഈ സർക്കാരിന് ഏറ്റുവാങ്ങേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായതും. അപ്പോൾ ഞങ്ങളുടെ വിമർശനം ശരിയായിരിക്കുകയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് തന്നെ വലിയ വിപ്ലവകരമായ ഒരു തീരുമാനം ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ എടുത്തു എന്നുള്ളതാണ്. അത് ഒരു ദിവസം രാവിലെ സഖാവ് പിണറായി വിജയൻ ക്ലിഫ് ഹൌസിൽ എഴുന്നേറ്റ് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ബോധോദയം തോന്നി സിനിമാ മേഖലയെ അങ്ങ് നന്നാക്കി കളയാമെന്ന് തോന്നി വെച്ച ഒരു കമ്മിറ്റിയല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാള സിനിമാ നടിക്ക് നേരെ വലിയ രീതിയിലുള്ള അതിക്രമം ഉണ്ടാവുകയും ആ അതിക്രമത്തെ തുടർന്ന് ആ നടി പ്രതികരിക്കുകയും ചെയ്തതിലൂടെയാണ് ഈ ഹേമ കമ്മിറ്റിയിലേക്ക് വന്നത്. നമുക്കറിയാം, ആ നടി തന്നെ പരസ്യമായി രംഗത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഈ പോലീസ് വരാനുള്ള സാഹചര്യമുണ്ടായതും ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാനുള്ള സാഹചര്യമുണ്ടായതും എങ്ങനെയാണ് ആ നടിക്ക് ഇത്ര ശക്തമായി നിൽക്കാൻ സാഹചര്യമുണ്ടായതും എന്നുള്ളതിന്റെ ഒരേ ഒരു ഉത്തരം അത് മൺമറിഞ്ഞു പോയ കോൺഗ്രസ് നേതാവ് ശ്രീ PT തോമസ് ആയിരുന്നു എന്നുള്ളത് ആ നടി തന്നെ പല അവസരത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുമാത്രമല്ല, അതിനുശേഷവും WCC എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കപ്പെടുകയും ആ സംഘടന കൃത്യമായ ഒരു പോരാട്ടം നടത്തുകയും ആ പോരാട്ടത്തിലൂടെ അവരൊരു ഡിമാൻഡ് വെക്കുകയും ആ ഡിമാൻഡ് ഒടുവിൽ സർക്കാർ അംഗീകരിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അല്ലാതെ സർക്കാർ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തെന്നാൽ ഈ സിനിമാ മേഖലയെ നന്നാക്കാനോ അതിൽ കുറച്ചൊരു നയരൂപീകരണം നടത്താൻ വേണ്ടി ഒരു കമ്മിറ്റിയെ വെച്ചതല്ല. അതാണ് ഹേമ കമ്മിറ്റി. എന്നിട്ട് ഈ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയിട്ട് സർക്കാർ എന്താണ് ചെയ്തത് സ്മൃതി? അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഈ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞപ്പോ ഈ റിപ്പോർട്ടിന്റെ കോപ്പി ചോദിച്ചുകൊണ്ട് ഇപ്പൊ റിപ്പോർട്ടർ TVയിലെ നിങ്ങളുടെ റിപ്പോർട്ടറായ റോഷിപാൽ ഉൾപ്പെടെയുള്ളവർ സാംസ്കാരിക വകുപ്പിന്റെ വിവരാവകാശ ഓഫീസറെ സമീപിക്കുകയുണ്ടായി. കോപ്പി കൊടുത്തില്ല. നമുക്ക് താങ്കളിലേക്ക് തന്നെ വരാം. അല്ല, തീർച്ചയായിട്ടും സ്മൃതി, അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വളരെ ശരിയായ വണ്ണം തന്നെ ഇവിടെ നിവർത്തിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് 4.5 കൊല്ലം മുമ്പ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഈ റിപ്പോർട്ട് ഒരു കാരണവശാലും പുറത്തു വരരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് നിങ്ങളുടെ റിപ്പോർട്ടർ അടക്കം കൊടുത്ത വിവരാവകാശ അപേക്ഷ, ആ അപേക്ഷ സാംസ്കാരിക വകുപ്പിലെ വിവരാവകാശ ഓഫീസർ തള്ളിയത്. അതിന്റെ അപ്പലേറ്റ് അതോറിറ്റിയിൽ കൊടുത്തിട്ട് അവരും തള്ളി. പിന്നീട് വിവരാവകാശ കമ്മീഷണറുടെ അടുക്കൽ ചെന്നപ്പോൾ ആദ്യത്തെ വിവരാവകാശ കമ്മീഷണർ തള്ളുകയും രണ്ടാമത്തെ വിവരാവകാശ കമ്മീഷണർ പ്രത്യേക അധികാരം ഉപയോഗിച്ച് അത് പുറത്തുവിടുകയുമാണ് ചെയ്തത്. ഇപ്പൊ ഈ പുറത്തു വിട്ടപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിനകത്ത് ഇടപെടുകയും ആ ഹൈക്കോടതി ഇടപെട്ട് കുറച്ചു പേജുകളിൽ അതിനകത്ത് ഹിഡനായി വെക്കണമെന്നുള്ള നിർദ്ദേശം അംഗീകരിക്കുകയും എന്നിട്ടും ഹൈക്കോടതി പറയാത്ത 5 പേജുകൾ കൂടുതലായി മുക്കിയ സർക്കാർ എന്ന് പറയുമ്പോൾ കൃത്യമായി ഈ റിപ്പോർട്ടിന്മേൽ എന്തെല്ലാമൊക്കെയോ മറയ്ക്കാനും ഒളിക്കാനും ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ തന്നെ അവർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. സർക്കാരിന്റെ ഇൻഎഫിഷ്യൻസിയെ കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഒന്നാമത് 5ാമത്തെ പോയിന്റിൽ പറയുന്നത് കണ്ടക്ട് ഓഫ് ദ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഹാസ് ബീൻ അലാമിംഗ്ലി ലെഥാർജിക് എന്ന് പറഞ്ഞാൽ വളരെ ഉദാസീനമായ നടപടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് വളരെ കൃത്യമായി പറയുന്നു. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 38, 39 ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നത് തന്നെ 38, 39 സംസ്ഥാന സർക്കാർ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എന്തെല്ലാമൊക്കെയാണോ ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ട കടമകൾ എന്നുള്ളതാണ്. അത് വനിതാ ശാക്തീകരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിന്റെ 38, 39 ആർട്ടിക്കിൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 6ാമത്തെ പോയിന്റിൽ സൈലൻസ് ആൻഡ് ഇനാക്ഷൻ നോട്ട് ബീങ് ഓപ്ഷൻസ് അവൈലബിൾ ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ് എനിമോർ എന്നുള്ളതാണ്. അതായത് സൈലൻസും ഒരു മൗനവും അതുപോലെ തന്നെ പ്രവർത്തിക്കാതിരിക്കലുമല്ല സംസ്ഥാന ഗവൺമെന്റിന് ഈ കാര്യത്തിൽ ചെയ്യാനുള്ളത് എന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വളരെ നിശിതമായ വിമർശനമാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ
ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ 4.5 കൊല്ലമായി ഇത് മുക്കുകയും ഇതിനകത്ത് ഒളിച്ചുകളി ഉണ്ടായിട്ടുണ്ടെന്നും ഉള്ളത് വ്യക്തമാണ്. അതുകൊണ്ടാണ് സ്മൃതി ഇപ്പൊ കുറെ നടിമാർ വന്ന് പുറത്തു വന്ന ആരോപണങ്ങൾ പറഞ്ഞല്ലോ. ആ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള സാഹചര്യം എന്താണ്? ഇവിടെ കൃത്യമായ ഹേമ കമ്മിറ്റിയിൽ ഒരു അന്വേഷണ സംഘം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ച ഇരകൾ, ആ ഇരകൾക്ക് അവരുടെ പേര് വെളിപ്പെടുത്താതെ തന്നെ ആ അന്വേഷണ സംഘത്തിൽ മൊഴി കൊടുക്കാമായിരുന്നു. ആ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മെറിറ്റിൽ വെച്ചുകൊണ്ട്, ഞാൻ ഇതിന്റെ മെറിറ്റിൽ വെച്ച് പരിശോധിക്കണമെന്നാണ് പറയുന്നത്. എല്ലാ ആരോപണങ്ങളും ശരിയാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ അതിന്റെ മെറിറ്റിൽ പരിശോധിച്ച് ശരിയായ ആരോപണങ്ങളിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ എന്നത്തെയും നിലപാട്. ആ നിലപാട് സംസ്ഥാന ബഹുമാനപ്പെട്ട ഹൈക്കോടതി അംഗീകരിച്ചു. ഇതിൽ സർക്കാരിന്റെ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. അത് മാത്രമല്ല, SIT അന്വേഷണം രൂപീകരിച്ചത് തന്നെ ഞങ്ങൾ വനിതാ IPS ഉദ്യോഗസ്ഥർ വേണം എന്ന് ശാഠ്യം പിടിച്ചതിനാലാണ് SITയിൽ വനിതാ IPS ഉദ്യോഗസ്ഥർ ഉണ്ടായത്. 2 വനിതാ ജഡ്ജിമാർ ഈ കേസ് കേൾക്കാൻ തന്നെ ഇടയായത് വനിതകളുടെ ഒരു വിഷയത്തിൽ നമുക്കിവിടെ കൃത്യമായ ന്യായവും നീതിയും നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വനിതകളുടെ ഭൂരിപക്ഷത്തിന്റെ കാര്യവും വനിതകളുടെ ലിറ്ററസിയുടെ കാര്യവും ഈ നാട്ടിലുണ്ടായ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒക്കെ ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു കോടതി വിധി ഉണ്ടായിട്ട് ഏറ്റവും അവസാനത്തെ ഖണ്ഡികയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നത് SIT അന്വേഷണത്തിൽ കൃത്യമായ ഹൈക്കോടതിയുടെ നിരീക്ഷണം കാണും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വിധി പൂർണ്ണമായ അർത്ഥത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ എന്താണ് ആവശ്യപ്പെട്ടത് അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുഖേന ഞങ്ങളുടെ സമരങ്ങളും ഞങ്ങളുടെ വാദങ്ങളും ശരിവെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുഖേന അത് നിവർത്തിച്ചിരിക്കുകയാണ്. അത് സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുകയാണ് ഉണ്ടായത്. ശരി, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, നിങ്ങളുടെ കയ്യിലുള്ള ഗുരുതരമായ തെളിവുകളിൽ നിങ്ങൾ എന്തു ചെയ്തു എന്നാണ് സർക്കാരിനോട് കോടതി ചോദിച്ചിരിക്കുന്നത്. 4.5 വർഷം അതിന്മേൽ എന്തെടുക്കുകയായിരുന്നു എന്ന സർക്കാരിനോടും DGPയോടും കോടതി ചോദിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഒരു SIT രൂപീകരിച്ചത് പുറത്തെ വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കാനാണ്. അതായത് ഹേമ കമ്മിറ്റിക്ക് അകത്ത് പറഞ്ഞിരിക്കുന്ന വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം നടത്താനല്ല. അതിൽ അന്വേഷണം നടത്തണമെങ്കിൽ അതിൽ ആരോപണം ഉന്നയിച്ച ഓരോരുത്തരും വീണ്ടും വീണ്ടും പോയി പരാതി കൊടുക്കണം. അതാണ് മുഖ്യമന്ത്രി ഇന്ന് രാവിലെ പോലും ആവർത്തിച്ചത്. പക്ഷെ അങ്ങനെയല്ല കോടതി പറയുന്നത്. SIT ഇപ്പോൾ പുറത്തെ വെളിപ്പെടുത്തലുകൾ അന്വേഷണം നടത്തിയാൽ പോരാ, ഈ റിപ്പോർട്ടിൽ പറയുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ കൂടി അന്വേഷണം നടത്തണം. ആ റിപ്പോർട്ട് എപ്പോൾ കൊടുക്കണം? 2 ആഴ്ചയ്ക്കുള്ളിൽ. ഇന്നു മുതൽ എണ്ണുകയാണ് കോടതി ദിവസം. ഇന്നു മുതൽ 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണം. കോടതി നിരീക്ഷിക്കുന്നുണ്ട്. കോടതിയുടെ നിരീക്ഷണത്തിലായിരിക്കും ഇനി മുന്നോട്ടുള്ള ഓരോ ചുവടും. അതിശക്തമായ പ്രഹരമല്ലേ സർക്കാരിന് കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്? അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടരുതെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ ഒരു ലെറ്റർ എഴുതി എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. ആ വാദം സത്യമല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ ഈ ഒരു വാദം ഉന്നയിച്ച ഗവൺമെന്റ് തടിതപ്പാൻ നോക്കിയപ്പോൾ ഹൈക്കോടതി അതിനെ ശക്തമായിട്ട് വിമർശിച്ചു. അതിൽ ഇവിടെ സാമാന്യ ബോധമുള്ള ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല. ഇതുപോലെ ഒരു കുറ്റകൃത്യം ഒരു റിപ്പോർട്ടിൽ സർക്കാരിന്റെ സമക്ഷം വരുമ്പോൾ അതിൻ്റെ തുടർ നടപടി ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ അത് ആകെ അതിലൊന്നും വേണ്ട എന്ന് തീരുമാനമെടുത്ത സർക്കാരാണ്. ഹൈക്കോടതി വിധിയിൽ എഴുതിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് കൈ കിട്ടി സർക്കാർ എന്ത് ചെയ്തു? സർക്കാർ DGPക്ക് കൈമാറി. DGP അത് കൈവച്ചുകൊണ്ടിരുന്നു. അതിൽ ഇതുവരെ ഒരു ആക്ഷനും എടുത്തിട്ടില്ല എന്നുള്ളത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് ഹൈക്കോടതി എഴുതിയിരിക്കുന്നത്. ഇതിനപ്പുറം വലിയൊരു ഒരു സർക്കാരിന്റെ മേലുള്ള ഒരു അത്ര വലിയൊരു ഒബ്സർവേഷനാണ് ഹൈക്കോടതി ഇന്ന് ഇടക്കാല വിധി എന്നാണല്ലോ പറയുന്നത്. അപ്പം ചിലരൊക്കെ ഇതിനെ സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നത് കണ്ടു. അത് ഓറൽ ഒബ്സർവേഷനാണ്, ഇടക്കാല വിധിയാണ്. ഇടക്കാല വിധിക്കെതിരെ സുപ്രീം കോടതി, ഇത് ഹൈക്കോടതി ഈ രാജ്യത്തെ അവസാനത്തെ കോടതിയാണ്. ഇതിൽ അതിന് വളരെ അപൂർവമായിട്ടുള്ള കേസുകളിലാണ് സുപ്രീം കോടതി ഇടപെടുന്നത്. ഹൈക്കോടതിയിലെ ഇടക്കാല വിധി അത് ഒരു ഫൈനൽ ഓർഡറിന്റെ രീതിയിലാണെങ്കിൽ മാത്രമേ സുപ്രീം കോടതി ഇടപെടുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൊടുത്തിരിക്കുന്ന ഈ വിധി സർക്കാരിന് ബാധകമാണ്. ഇതനുസരിച്ച് അവര് അടുത്ത നടപടികളിലേക്ക് മുന്നിട്ടിറങ്ങാൻ ബാധ്യത വന്നിരിക്കുകയാണ്. നേരത്തെ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യത്തിന് ജനങ്ങളത് ചോദിക്കണം. കാരണം സാധാരണഗതിയിൽ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ആണെങ്കിൽ അത് കണ്ടു നിൽക്കുന്നവരോ അല്ലെങ്കിൽ അതിനെപ്പറ്റി വിവരം കിട്ടുന്നവരോ പോലീസിൽ അറിയിക്കാനുള്ള ബാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പോക്സോ കേസ് ഉണ്ടെങ്കിൽ അത് അറിയിക്കാതിരിക്കുന്നത് ഒരു കുറ്റകൃത്യമാണ്. അറിയിക്കാൻ ബാധ്യതയുള്ളവരുണ്ട്. അറിയിക്കാൻ ബാധ്യതയുള്ള എവിടെയാണ്? ഒരു തൊഴിലിടത്ത് നടക്കുകയാണെങ്കിൽ അവിടുത്തെ അതിൻ്റെ മേലധികാരിക്ക് അതിനുള്ള ബാധ്യതയുണ്ട്. തൊഴിൽ തേടി വരുന്ന ഒരു സ്ത്രീയെ സെക്ഷലി അബ്യൂസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അതിനുവേണ്ടി
ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനൊരു നിയമമില്ലല്ലോ എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു. ഈ നിയമങ്ങൾ അപര്യാപ്തമാണ്. ഇതിനകത്തുള്ള ഹേമ കമ്മിറ്റിയിൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഇതിലൊരു തൊഴിൽ അന്വേഷിച്ച് വരുന്ന സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഈ വിവരങ്ങളൊക്കെ സർക്കാരിന്റെ കയ്യിൽ കിട്ടി. എന്തിനു വേണ്ടിയായിരുന്നു ഈ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്? ഇങ്ങനെ വെറുതെ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുമ്പോൾ എടുത്ത് കാണാനും എടുത്ത് വെക്കാനും ആണെങ്കിൽ അത് എന്തിനായിരുന്നു ഇത്രയധികം പൊതുജനങ്ങളുടെ പണം മുടക്കി ഇങ്ങനെ ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തെന്നുള്ള ചോദ്യമുണ്ട്. സർക്കാർ ഇത്രയും തന്നെ ചെയ്യാൻ ബാധ്യസ്ഥരാകുകയായിരുന്നു. നേരത്തെ ഇത് സൂചിപ്പിച്ചതുപോലെ വിവരാവകാശ കമ്മീഷന്റെ ഒക്കെ ഓർഡർ വന്നതിന് ശേഷമാണ്. അതുവരെ അവര് കഴിവതും മറച്ചു വെക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴുള്ള ചോദ്യം, ഒന്നുകിൽ ഈ കുറ്റകൃത്യത്തിലെ ഭാഗഭാക്കാണോ സർക്കാരിന്റെ ഏതെങ്കിലും ആളുകൾ, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും MLA ആരെങ്കിലും ഇതിനകത്ത് ഈ കുറ്റകൃത്യങ്ങളുടെ ഭാഗമാണോ, അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി കൂട്ടുനിന്നതാണോ? അതായത് കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ സാധാരണ ഒരു കേസിലാണെങ്കിൽ അക്കംപ്ലീസ് എന്ന് പറയും. ഒരു കേസിൽ കൂട്ടുപ്രതി അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന ആള് കൂടെ നിന്നിട്ട് വിവരങ്ങൾ അറിയാം, പക്ഷെ അത് പോലീസിന് കൈമാറാതിരിക്കുക. ഇത് വേലി തന്നെ വിളവ് തിന്നുന്നത് പോലുള്ള ഒരു പ്രതീതിയാണ് ഉണർത്തുന്നത്. ഇത് സർക്കാരിന്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം ലോ ആൻഡ് ഓർഡർ ആണ്. ഇവിടെ വയലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, നിയമലംഘനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗം ആളുകൾ അതിനകത്ത് തൊഴിലിടങ്ങളിലെ സ്ത്രീകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ബാക്കി സാധാരണ തൊഴിലാളികൾക്കെല്ലാം സിനിമയിൽ അവർക്ക് യാതൊരു പരീക്ഷയും ഇല്ല എന്നുള്ള കണ്ടെത്തലുകൾ, ഇതെല്ലാം കിട്ടിയിട്ട് സർക്കാർ വെറുതെ നോക്കുകുത്തി പോലെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ഇത് വെച്ചുകൊണ്ടിരുന്നത് എന്നുള്ള ഒരു ചോദ്യം ഹൈക്കോടതി ചോദിക്കുന്നത് പോലെ ജനങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ജനങ്ങളെ തെരഞ്ഞെടുത്ത സർക്കാരാണ്. എന്തുകൊണ്ടാണ് സർക്കാരിന് എന്തായിരുന്നു ഇതുവരെ ഇത് മറച്ചു വെക്കേണ്ട ഒരു ബാധ്യത, അല്ലെങ്കിൽ അതിനുള്ള ഉദ്ദേശം എന്തായിരുന്നു? ഇപ്പോൾ നേരത്തെ ഇതിനിടയിൽ ന്യൂസിൽ കാണിച്ചതുപോലെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണം വന്നപ്പോൾ മുഖ്യമന്ത്രി പെട്ടെന്ന് ആക്ഷൻ എടുത്തു എന്ന് കാണിക്കുന്നു. ഇതുപോലുള്ള കാര്യങ്ങൾ ഇതിന് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഇല്ലെന്ന് കരുതിയിട്ടാണോ? സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ സിനിമയിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ ഒരു പുരുഷ മേധാവിത്വത്തില് ഭരണം കൈയാളുന്ന ഒരു വിഭാഗം ആളുകൾക്ക് അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നാത്തത് എന്തുകൊണ്ടാണ്? ഇത് ഒരാഴ്ച കൊണ്ട് PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് മുന്നിൽ അതിന് തുടർ നടപടികൾ വന്നെങ്കിൽ 4.5 വർഷമായിട്ട് ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുകയായിരുന്നു? അല്ലെങ്കിൽ തൊഴിലാളികളുടെ ഒക്കെ തൊഴിലിടങ്ങളിലെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ ഒരു ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെ നഗ്നമായിട്ടുള്ള ഈ തൊഴിലിടങ്ങളിലെ ചൂഷണങ്ങൾ കണ്ടിട്ട്, സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ കണ്ടിട്ട് അവർ തന്നെ നിയോഗിച്ചൊരു കമ്മിറ്റി, ശരിയാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു കമ്മിറ്റിയെ നിയോഗിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു? ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് ഗവൺമെന്റ് ഇതുവരെ എന്ത് ചെയ്തു? അതാണ് കോടതി ആവർത്തിച്ച് ചോദിച്ചത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് തന്നെയാണ്. പക്ഷെ അത് സ്വകാര്യത സംരക്ഷിക്കാൻ, ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ എന്ന വാദമാണ് സർക്കാർ ആവർത്തിച്ച് ഉയർത്തിയത്. അതിനാണ് കോടതിയിൽ നിന്ന് അടിയേറ്റിരിക്കുന്നത്. വീണ്ടും ചർച്ചയിലേക്ക് രാഹുൽ ഈശ്വർ കൂടി ചർച്ചയിൽ. രാഹുൽ, ഇപ്പോൾ 4 വർഷം സർക്കാർ ഒന്നും ചെയ്തില്ല, DGPയും ഒന്നും ചെയ്തില്ല. കമ്മിറ്റിയുടെ കണ്ടെത്തലുകളോട് യോജിക്കുന്നുണ്ടോ വിയോജിക്കുന്നുണ്ടോ എന്തെങ്കിലും പറയാമായിരുന്നു, അതും ചെയ്തില്ല. ലഥാർജിക് എന്നാണ് സർക്കാരിനെ കോടതി വിമർശിച്ച് പറഞ്ഞിരിക്കുന്നത്. ഉദാസീന സമീപനം, മടി പിടിച്ച സർക്കാർ എന്ന. എന്താണ് ഇന്നത്തെ കോടതി ഉത്തരവിനോട് താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത്? സ്മൃതിജി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയാണ്, ആ വിധി നമ്മളെല്ലാം ലീഗലി ബൗണ്ടായി സ്വീകരിക്കാൻ നമ്മളെല്ലാം ബാധ്യസ്ഥരാണ്. അതോടൊപ്പം ഒരുപക്ഷെ ഈ ചർച്ചകളിൽ ഹൈലൈറ്റ് ചെയ്യാത്ത 2-3 കാര്യങ്ങൾ കൂടെ കോടതി പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, മാധ്യമ വിചാരണ പാടില്ല. അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ മീഡിയ ബ്രീഫിംഗ് പാടില്ല. രഹസ്യാത്മകത സൂക്ഷിക്കണം. പരാതിക്കാരുടെയോ പ്രതികളുടെയോ വിവരങ്ങൾ പുറത്തുവിടരുത്. ഇത് വളരെ പ്രധാനമാണ്. ഒരു ലീഗൽ പ്രീസിഡന്റ് കൂടെയാണ്. പരാതിക്കാരുടെ മാത്രമല്ല പ്രതികളുടെയും വിവരങ്ങൾ പുറത്തുവിടരുത്. മാധ്യമ വിചാരണ ഇക്കാര്യത്തിൽ പാടില്ല. മൊഴി നൽകിയവർക്ക് പരാതിയില്ലെങ്കിൽ അന്വേഷണം അവസാനിപ്പിക്കാനോ തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് മാധ്യമങ്ങൾക്ക് നിയന്ത്രണം വേണം എന്ന വാദഗതി ഒന്നും കോടതി അംഗീകരിച്ചില്ല. പക്ഷേ മാധ്യമങ്ങൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും അതിനായി പ്രത്യേക ഉത്തരവ് ഇറക്കേണ്ടതില്ലെന്നുമാണ് കോടതി പറഞ്ഞത്. മാത്രമല്ല, നമ്മുടെ AG കോടതിയിൽ പറയുന്ന ഒരു പ്രത്യേക കാര്യം ഉണ്ടായി. ഹൈക്കോടതിയിലാണ് പറയുന്നതെന്ന് കൂടെ ഓർക്കണം. പ്രശസ്തിക്ക് വേണ്ടി പല ഹർജികളും വരുന്നു എന്ന് നമ്മുടെ AG ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പറയുകയും ചെയ്യും. അതുകൊണ്ട് ഇത് സന്തുലിതമാണ്. ശരിയാണ്, ഞാൻ അടക്കം എടുക്കുന്ന നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്നതല്ല, സ്മൃതി മാഡം അടക്കം പറയുന്ന നിലപാടുകളോട് കൂടുതൽ ചേർന്ന് നിൽക്കുകയാണ് ഹൈക്കോടതി വിധി എന്ന കാര്യത്തിൽ സംശയമില്ല. ശരി, താങ്കൾ ഈ അവസാന ഭാഗത്ത് നിന്ന് ആദ്യം വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ ആദ്യ ഭാഗത്തേക്ക് കൂടി ഒന്ന് പോയാൽ കൊള്ളാമായിരുന്നു.
സംശയമില്ല. ആദ്യ ഭാഗം ഓൾറെഡി വളരെ കാര്യമായി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ മാധ്യമങ്ങൾ ആദ്യ ഭാഗങ്ങൾ കാര്യമായി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് മറ്റൊരു ഭാഗം കൂടി ഉണ്ട്. കോടതി തീർച്ചയായിട്ടും കൂടുതൽ ലീഡ് ചെയ്യുന്നത് ഒരു പക്ഷേ അല്ലെങ്കിൽ സ്ത്രീപക്ഷ നിലപാടെന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന നിലപാടിനോടൊപ്പമാണ്. അതിനോട് ബഹുമാനത്തോടെ യോജിക്കുന്നു. പക്ഷേ അതോടൊപ്പം കോടതി ഇത്തരം കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു മാധ്യമങ്ങൾക്ക് വിലക്കില്ല. മാധ്യമങ്ങൾ ഇത് നന്നായി കൈകാര്യം ചെയ്യുമെന്ന് അറിയാം. ഇതിനു മുമ്പ് കൈകാര്യം ചെയ്ത സംഭവങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കോടതി പറയുന്നത് ആത്മനിയന്ത്രണം വേണം. ശരിയാണ്, താങ്കൾ ഈ പറയുന്നത് പോലെ മാധ്യമങ്ങൾ ഒരിക്കലും ഒരു വേട്ടക്കാരനെ ഞങ്ങളിതാ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു വന്നിട്ടില്ല. ഇവിടെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ ഇരകളാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചെങ്കിലും കുറേ പേർ വരുമ്പോൾ അവരുടെ പ്രതികരണങ്ങൾ കൊടുക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് ഉണ്ടാകുമ്പോൾ ആ വാർത്ത കൊടുക്കുക, അതിൽ കോടതിയിൽ ഉണ്ടാകുന്ന നടപടിക്രമങ്ങൾ വിശദീകരിക്കുക. ഇത് മാധ്യമങ്ങളുടെ ചുമതലയാണ്. അതിലപ്പുറം ചെയ്യുന്നവരുണ്ടാകാം. അത്തരം ചില മഞ്ഞ പത്രങ്ങളും മഞ്ഞ ഓൺലൈൻ സംവിധാനങ്ങളും ഒക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ടാവും. അവർക്കായിരിക്കാം ആ വിമർശനം കേൾക്കേണ്ടി വരിക. സാധാരണ മാധ്യമങ്ങൾ ആ രൂപത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഈ വിഷയം വളരെ ഗൗരവത്തിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. രാഹുൽ, ഒരു മിനിറ്റ്. രാഹുൽ, ഇവിടെ സർക്കാരിനോട് ആവർത്തിച്ച്, ഇവിടെ മാധ്യമങ്ങളായാലും പ്രതിപക്ഷമായാലും ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തുകൊണ്ട് നടപടിയിലേക്ക് കടക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ എന്താണ് സർക്കാർ പറഞ്ഞത്? അവിടെ ഇരകളുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് ഹേമ കമ്മിറ്റി പറഞ്ഞതുകൊണ്ട് നടപടികളിലേക്ക് കടക്കുന്നില്ല എന്നാണ്. അവിടെയാണ് ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആ നിർദ്ദേശങ്ങൾ, ഹേമ കമ്മിറ്റിയുടെ ഭാവിയിലേക്ക് നടത്തേണ്ട നിർദ്ദേശങ്ങൾ, രാഹുൽ എപ്പോഴും ഊന്നിയിരുന്ന കാര്യമാണല്ലോ, അതവിടെ നിൽക്കട്ടെ. അതിലപ്പുറം അതിൽ കുറ്റകൃത്യങ്ങൾ, ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ എന്ത് നടപടിയെടുത്തു, FIR ഇടേണ്ട കേസുകളിൽ എന്ത് നടപടിയെടുത്തു എന്ന് കോടതി ചോദിച്ചോ? അവിടെയാണ് പുറത്തെ വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം നടത്താൻ ഇവിടെ പ്രഖ്യാപിച്ച SITക്ക് മുഴുവൻ തെളിവുകളും കൈമാറൂ. ആ SIT 2 ആഴ്ചക്കകം അന്വേഷണ പ്രാഥമിക റിപ്പോർട്ട് കോടതിക്ക് നൽകണം, കോടതി എല്ലാം നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് രാഹുൽ. അതോടൊപ്പം കോടതി പറഞ്ഞു ആ തിടുക്കത്തിൽ നടപടികൾ വേണ്ട. ഈ 2 ആഴ്ചക്കുള്ളിൽ ഓണാവധി കഴിഞ്ഞ് ഒക്ടോബർ 3 ചേരുമ്പോൾ എന്ത് നടപടികളാണ് ഈ കാര്യത്തിൽ എടുക്കാൻ കഴിയുക എന്ന് കൂടി കോടതി ഓർപ്പിക്കണം. അവിടെയാണ് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നൊരു റെസ്ട്രെയിന്റ് വേണമെന്ന് മാത്രമാണ് ഞാൻ അടക്കമുള്ള ഒരുപാട് പേര് അഭ്യർത്ഥിക്കുന്നത്. കാര്യം എത്രയോ വ്യാജ കേസുകൾ പൊളിഞ്ഞു വീഴുന്ന കണ്ടു. റിപ്പോർട്ടർ ടിവിയിൽ അത്ര കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീ നിവിൻ പോളിയുടെ കേസ് 2015 തുടങ്ങിയ ഹോട്ടലിൽ 2012 പീഡിപ്പിച്ചു എന്ന് പറയുന്ന രഞ്ജിത്തിനെതിരെയുള്ള വ്യാജ കേസ്, ഇത്തരം കാര്യങ്ങളില്ലേ? ഉറക്കച്ചൂടെ ഉള്ളത് കാരണം ഞാൻ റേപ്പ് ചെയ്യപ്പെട്ട ഡേറ്റ് മാറ്റി പറഞ്ഞു എന്ന് പറഞ്ഞൊരു പെൺകുട്ടി പോലും കേരളത്തിലില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഉറക്കച്ചവടോട് കൂടിയാണ് വൈകിട്ട് പ്രൈം ടൈമിൽ വന്നിരുന്നത്. അതായത് നമ്മുടെ പ്രധാന ചർച്ചകൾ നടക്കുന്ന 7 മുതൽ 9 വരെയുള്ള താങ്കളെല്ലാം കൂടി ജനറലൈസ് ചെയ്ത് സംസാരിക്കരുത്. അവിടെ നിവിൻ പോളി ആയാലും ഇവിടെ നടത്തിയ വാർത്താ സമ്മേളനമൊക്കെ കൃത്യമായി കൊടുക്കുകയും അതിൽ സത്യമുണ്ട് എന്ന് തോന്നിയ കാര്യങ്ങളിൽ, വ്യാജ ആരോപണങ്ങളാണ് എന്ന് തോന്നിയ കാര്യങ്ങളിൽ ആ സമയത്ത് കൃത്യമായി മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുകയും ചെയ്തിട്ടുണ്ടെന്നേ. താങ്കൾ അതിൽ ഊന്നാതെ താങ്കൾ ഈ കോടതി ഉത്തരവിലെ ഏറ്റവും അന്തസത്തയിലേക്ക് വരൂ രാഹുൽ. ഇവിടെയാണ് ശ്രീമതി സ്മൃതി ഈ അവധാനത മതിയെന്ന് മാത്രമാണ് സ്മൃതിയുടെ നിലപാടിനോട് യോജിപ്പില്ലാത്തവർ പോലും പറയുന്നത്. അതായത് നിങ്ങളുടെ നിലപാടിനോട് യോജിപ്പില്ലാത്തവരാണ് ഞാൻ അടക്കമുള്ള ഒരുപാട് പേർ. പക്ഷേ അവർ പോലും റിക്വസ്റ്റ് ചെയ്യുന്നത്, ശ്രീ മോഹൻലാൽ എന്ന മഹാനടൻ ഏറ്റവും താഴ്മയോടുകൂടി മാധ്യമങ്ങളോടും റിക്വസ്റ്റ് ചെയ്ത് ഇത് തന്നെയല്ലേ? അദ്ദേഹം തെറ്റുകൾ പറ്റിയിട്ടില്ലെന്നല്ലോ പറഞ്ഞത്. പക്ഷെ സിനിമാ ഇൻഡസ്ട്രി നിലനിൽക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് അന്യരല്ല, നമുക്ക് നവീകരിക്കാം, നശീകരിക്കരുത്. ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തിനു വേണ്ടിയാണ്? സിനിമാ രംഗത്തെ നവീകരിക്കാൻ വേണ്ടി ഒരു റിപ്പോർട്ടാണ്. അത് നശീകരിക്കാൻ വേണ്ടി ആവരുത്, നശിപ്പിക്കാൻ വേണ്ടി ആവരുത് എന്ന് രാഹുൽ ഈശ്വർ അല്ല, മലയാളത്തിന്റെ ഏറ്റവും വലിയ മഹാനടൻ ഏറ്റവും താഴ്മയോടുകൂടി മാധ്യമ സുഹൃത്തുക്കളോടും പൊതുസമൂഹത്തോടും അഭ്യർത്ഥിക്കുന്നത് ഇത് നന്നാക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ? പക്ഷെ ഇത് നശിപ്പിക്കാനും സിനിമാ രംഗത്തെ കരിമാനത്തേക്കാൻ ഒരു വരി കൂടെ പറയാം. 48-ാം പേജ് 95-ാം പാരാഗ്രാഫിന്റെ അവസാന വരി ഹേമ മാഡം തന്നെ പറയുന്നുണ്ട്, സിനിമാ മേഖലയെ മുഴുവൻ മോശമാണെന്ന് നമ്മൾ ചിത്രീകരിക്കരുത്, സിനിമാ മേഖലയെ മുഴുവൻ കരിവാരത്തേക്കരുത്. ഇത് രാഹുൽ ഈശ്വർ വാചകങ്ങളല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 48-ാം പേജ് 95-ാം പാരഗ്രാഫിൽ അവർ തന്നെ പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരെയും കരിവാരത്തേക്കാനുള്ളൊരു ഉപാധിയായി ചിലർ ഉപയോഗിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞില്ല, ചില വ്യാജ പരാതിക്കാരായിരിക്കാം, ചില പ്രശസ്തിക്ക് വേണ്ടിയോ ബ്ലാക്ക് മെയിലിന് വേണ്ടിയോ റോൾ കിട്ടാത്തവരോ ആയിരിക്കാം. അങ്ങനെ എത്രയോ കേസുകൾ വരികയുണ്ടായി. ഇന്നത്തെ ലീഗൽ സിസ്റ്റത്തിൽ ഏറ്റവും വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കുറ്റകൃത്യങ്ങളിൽ അവിടെ കുറ്റകൃത്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനാകുന്നു എന്നാണ് കോടതി പറഞ്ഞത്. തെളിവുകളെല്ലാം സർക്കാരിന്റെ പക്കലാണല്ലോ. അത് ഈ സീൽ വെച്ച കവർ ഞങ്ങൾ തുറക്കുന്നില്ല, അത് DGPക്ക് തന്നെ ഇരിക്കട്ടെ, അത് SITക്ക് കൈമാറൂ എന്നാണ് ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കുറ്റകൃത്യങ്ങളിൽ നടപടിയെടുക്കണമെന്ന കോടതി ഉത്തരവിനോട് എങ്ങനെ യോജിക്കുന്നുണ്ടോ ഇല്ലയോ?
കോടതി അങ്ങനെയല്ല പറഞ്ഞത്. അതിനൊരു ന്യൂവാൻസ് ഉണ്ട്. രണ്ട്, ഇത് തെളിവുകൾ എന്നുള്ള കാര്യം വിളിക്കാൻ നമ്മൾ ഒന്നുകൂടെ ആലോചിക്കണം. ഇതൊക്കെ ഇത് ഇപ്പോൾ ആരോപണമോ പരാതി സ്റ്റേജിലേ ആയിട്ടുള്ളൂ. ഇത് തെളിവാണെന്നൊക്കെയുള്ള വാക്കുകൾ, എവിഡൻസ് എന്നൊക്കെയുള്ള വാക്കുകൾ വിളിക്കണമെങ്കിൽ ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോകണം. രണ്ട്, ഫ്യൂച്ചറിസ്റ്റിക് ആയി ഇതേ ചാനലിൽ തന്നെ ഭാഗ്യലക്ഷ്മി അടക്കമുള്ള മാഡം അടക്കമുള്ളവർ പറഞ്ഞില്ലേ, ഫ്യൂച്ചറിസ്റ്റിക് ആയുള്ള നിലപാടുകളാണ് നമുക്ക് വേണ്ടത്, പഴയ കേസിന്റെ പേരുള്ള പ്രശ്നങ്ങളല്ല. അല്ലെങ്കിൽ ശ്രീമതി രേവതിയുടെ നിലപാട് എന്താണ്? അന്വേഷണം വേണമല്ലോ രാഹുൽ ഈശ്വർ. അന്വേഷണം നടക്കാത്തത് എന്താണല്ലോ കോടതി ചോദിച്ചത്. കോടതിയല്ലല്ലോ അന്വേഷണം നടത്തുന്നത്. കോടതി ചോദിച്ചിരിക്കുന്നത് എന്താണ്? SIT, ഇവിടെ പുറത്തെ വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കാൻ വന്നിരിക്കുന്ന SIT, ആ പുറത്തെ വെളിപ്പെടുത്തൽ മാത്രമല്ല, ഇതിനകം തന്നെ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്ന, അകത്ത് കൊടുത്തിരിക്കുന്ന മൊഴികളിൽ അന്വേഷണം നടത്തണം. സംശയമില്ല, എല്ലാ അന്വേഷണങ്ങളും സ്വാഗതാർഹമാണ്. പക്ഷെ എന്തൊക്കെയാണ് ഉള്ളിലെ കോണ്ടന്റ് എന്ന് അറിയില്ല. പല റിപ്പോർട്ടുകളും പറയുന്നത് വ്യക്തികളുടെ അനുഭവങ്ങൾ മാത്രമാണ്, പേരെടുത്ത് പരാമർശിച്ചിട്ടില്ല, ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ പരാമർശിച്ചിട്ടില്ല. ഹേമ മാഡം സ്വന്തമായിട്ടാണ് എടുത്ത് ടൈപ്പ് ചെയ്തത് പോലും. രാഹുൽ ഈശ്വർ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കാണാത്ത പേജുകളുണ്ട്. നമ്മൾ കാണാത്ത പേജുകളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെ സൂചിപ്പിക്കുന്ന കൃത്യമായ വിവരങ്ങളുണ്ട്. അതിലാണ് കുറ്റകൃത്യങ്ങളുടെ വിശദീകരണമുള്ളത്. ഇല്ലല്ല, കോടതിക്കറിയാം, കോടതി പറഞ്ഞല്ലോ ഗുരുതരമായ കുറ്റകൃത്യങ്ങളെ പറ്റി പരാമർശമുണ്ട്. അതിന്മേൽ അന്വേഷണം എന്തായി എന്നാണ് കോടതി ചോദിക്കുന്നത്. 4.5 വർഷം എന്തു ചെയ്തു എന്നുള്ള ചോദ്യം താങ്കൾക്ക് ബോധ്യമായില്ല എന്നാണോ ശ്രീമതി അജിത? ചോദ്യം പ്രസക്തമാണ്, സംശയമില്ല. കോടതിയുടെ ചോദ്യം പ്രസക്തമാണ്. പക്ഷേ അവധാനതയോടുകൂടി സന്തുലിതമായി പോകണം. സന്തുലിതം എന്നൊന്നുമില്ല. അന്വേഷണത്തിൽ എന്ത് സന്തുലിതം? മാധ്യമങ്ങളോട് സംയമനം പാലിക്കണമെന്ന് പറയുമ്പോൾ അന്വേഷണ സംഘത്തോട് സംയമനം പാലിക്കണമെന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ല കേട്ടോ. ശ്രീമതി അജിത, അങ്ങനെ അന്വേഷണ സംഘത്തിന്റെ പേരിൽ ഫോഴ്സ് ചെയ്യുന്ന ഒരു സംവിധാനവുമില്ല, ഒരു വിവരം പുറത്തുവിടാറില്ല അന്വേഷണ സംഘം. ശ്രീമതി അജിത, ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് 2 ആഴ്ചക്കകം SIT നൽകേണ്ടതുണ്ട്. അതാണ് കോടതി പറയുന്നത്. കോടതിയുടെ മേൽനോട്ടവും ഉണ്ടാകും. അപ്പോൾ ഇതുവരെ സർക്കാർ പറഞ്ഞിരിക്കുന്ന വാദങ്ങൾക്ക് മേലുള്ള തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. ഈ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ഗുരുതരമായ മൊഴികളാണ്. നമ്മൾ കാണാത്ത പേജുകളിൽ കൃത്യമായ ആരോപണങ്ങളുണ്ട്. പറഞ്ഞോളൂ. തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം ഞങ്ങൾ ഐസ്ക്രീം പാർലർ കേസിൽ ഉണ്ടായതുപോലെ, ശ്രീദേവിയുടെ ഡയറി കീറിയതുപോലെ ഉള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് അതിനെ കാണാൻ പറ്റുന്നത്. ഒന്ന്, പിന്നെ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, മാധ്യമങ്ങളുടെ ഒരു ഇടപെടലില്ലായിരുന്നെങ്കിൽ, റിപ്പോർട്ടർ ചാനലിലെ റോഷി പാലിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ, വിവരാവകാശ കമ്മീഷനിൽ അവിടെയും ഇവിടെയും പോയിട്ട് ഇതെങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം എന്നുള്ള ശ്രമങ്ങൾ നടത്തിയത്, WCC അതിൻ്റെ പുറകെ നടന്നിട്ട് എങ്ങനെയെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരണം എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചത്, ഇതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. ഇത് അല്ലെങ്കിൽ ഇപ്പോൾ പോലും ഇത് ചർച്ചയാവാത്തൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളതെന്നുള്ളത് വളരെ ക്ലിയറാണ്. കാരണം ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം സർക്കാർ ആകെ ചെയ്തത് ആ SIT രൂപീകരിക്കുകയാണ്. SIT രൂപീകരിച്ചിട്ട് ശരി, അതിൽ സ്ത്രീകളുണ്ട്, ഓക്കെ, പക്ഷേ ഈ ഹേമ കമ്മിറ്റിയിൽ മൊഴി കൊടുത്ത പെൺകുട്ടികളെടുത്തു നിന്ന് തെളിവ് ശേഖരിക്കുക എന്നുള്ളതല്ല അവർ ചെയ്തിട്ടുള്ളത്. അവർ ചെയ്തത് പുറമേ നിന്നുള്ള ആ സമയത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഉണ്ടായ അന്തരീക്ഷത്തിൽ പുറത്തു വന്നിട്ടുള്ള കുറേ സംഭവങ്ങളുടെ തെളിവുകൾ ശേഖരിക്കുക, അതിനടിസ്ഥാനത്ത് കേസെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ കേസുകൾ വന്നതിന് ശേഷവും എന്തായിരുന്നു സർക്കാരിൻ്റെ നിലപാട്? ഇപ്പം രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സണാണ്, സ്വയം രാജിവെച്ച് പുറകോട്ട് പോയി. പിന്നെ മുകേഷ് MLA ഉണ്ട്. ഈ മുകേഷ് MLAയുടെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് 376 എന്നുള്ള റേപ്പ് എന്നുള്ള വകുപ്പ് പോലും ചാർജ് ചെയ്തിട്ടുണ്ട്. ഈ റേപ്പ് വകുപ്പ് ചാർജ് ചെയ്താൽ മുൻകൂർ ജാമ്യം പോയിട്ട് ജാമ്യം പോലും കൊടുക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ MLA ആയതുകൊണ്ട് ഈ റേപ്പിന് ഈ ചാർജ് ഉണ്ടായിട്ട് പോലും ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടി എന്നുള്ളത് അങ്ങേയറ്റം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ സിദ്ദിഖ് ഇവർക്കൊക്കെ ഇപ്പോൾ ഇടവേള ബാബു ഇവർക്കൊക്കെ ജാമ്യം കിട്ടിയിരിക്കുകയാണ്. ഇവർ ചെയ്തതൊന്നും ഇപ്പോൾ കുറ്റകൃത്യമായിട്ട് ജനങ്ങൾ കാണുന്നില്ല. ഇപ്പോൾ എങ്ങനെയാണ് ഈ മൊഴി പറഞ്ഞ പെൺകുട്ടികളെ പഴിചാരുക എന്നുള്ള രീതിയിലാണ് സമൂഹത്തിലെ ചർച്ചകൾ പലതരത്തിലും പോകുന്നതെന്നുള്ളതാണ് എനിക്ക് വളരെ ആശങ്കയുണ്ട് ആ കാര്യത്തിൽ. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഫലം അത് തിരിച്ചടിക്കുന്ന രീതി, സ്ത്രീകളെ തന്നെ തിരിച്ചടിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പാടില്ല. തൊഴിലിടങ്ങളിലെ പ്രത്യേകിച്ച് സിനിമാ ഇൻഡസ്ട്രിയിലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള വിവേചനങ്ങളും ചൂഷണങ്ങളും പീഡനങ്ങളും അത് വളരെ ഗുരുതരമായ ഒരവസ്ഥയാണ്. അത്
മാറ്റി തീർക്കേണ്ടത് അത് അത്തരം ഒരു വലിയ കടമയാണ് ഹേമ കമ്മിറ്റി എടുത്തിരിക്കുന്നത്. ആ കടമ അത് സർക്കാർ തന്നെയാണ് നിയമിച്ചത്. തീർച്ചയായും ആ കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഈ 4.5 കൊല്ലം പൂത്തിവെച്ചത് എനിക്ക് തോന്നുന്നു ഈ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും WCCയുടെ ഭാഗത്തുനിന്നൊക്കെ ഉള്ള ഈ ശക്തമായ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ 4.5 വർഷത്തിനുള്ളിലും ഇത് പുറത്തു വരുമായിരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഒരു ഭൂതത്തെ തുറന്നുവിട്ട പോലെയായി. പിന്നെ ഇപ്പോൾ പ്രശാന്ത് പത്മനാഭൻ പറഞ്ഞതുപോലെ എന്തോ ആരെയൊക്കെയോ സംരക്ഷിക്കാനുണ്ടോ സർക്കാരിന് എന്ന് പലപ്പോഴും സംശയം തോന്നുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പല നടപടികളും പോകുന്നത്. ഇപ്പോൾ കോൺക്ലേവിൽ ഇന്ന ആളുകൾ പാടില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആളുകളൊക്കെ ഉണ്ട്, അവിടെ തന്നെ ഉണ്ട് എന്ന് വെച്ചിട്ട് നമുക്ക് എല്ലാവരും ഒരുപോലെ ചീത്ത പറയാൻ പറ്റുന്നല്ല. പക്ഷേ എങ്കിൽ പോലും സർക്കാരിന് ഇതിൽ എന്താണ് നിലപാട്? രാഷ്ട്രീയത്തിൽ മുകേഷിനെ അതിൽ നിന്ന് കോൺക്ലേവിൽ നിന്ന് ഒഴിവാക്കി. ഓക്കെ, MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ ഇത്രയും ഭീകരമായ ഒരു കേസ് ചാർജ് ചെയ്യപ്പെട്ടിട്ട് അത് തെളിയിക്കപ്പെടുന്ന പ്രോസസ്സ് പണ്ടേ അങ്ങനെ തന്നെയാണ്. ഒരു കേസ് ചാർജ് ചെയ്യുമ്പോൾ തെളിയിക്കപ്പെടില്ലല്ലോ, തെളിവുകൾ തിരിച്ചു വരാൻ സാധ്യതയില്ല എന്നാണ് അതിന് പാർട്ടി സെക്രട്ടറി നൽകിയിരിക്കുന്ന മറുപടി. ശ്രീമതി കെ അജിത, ഞാൻ അബിൻ വർക്കിയിലേക്ക് പോകുന്നു. അബിൻ, ഇപ്പോൾ എം മുകേഷുമായി ബന്ധപ്പെട്ട കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചപ്പോൾ മേൽക്കോടതിയിലേക്ക് പോകേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് സർക്കാർ എടുത്തിട്ടുള്ളത്. അതറിയാമല്ലോ. മാത്രമല്ല, ഇപ്പോൾ പുറത്തെ വെളിപ്പെടുത്തലുകൾ, അതിൽ ചില വ്യാജ വെളിപ്പെടുത്തലുകൾ എന്ന രൂപത്തിൽ വരുന്നതും ഉണ്ടാകാം. അങ്ങനെയെങ്കിൽ അത് കോടതിയിൽ തള്ളിപ്പോകും. അങ്ങനെ വരുമ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന മൊഴികളെയെല്ലാം ആ രൂപത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അങ്ങ് പുറന്തള്ളാൻ സാധിക്കും. ഇതാണോ സർക്കാർ പ്രതീക്ഷിച്ചത്, സർക്കാർ ആലോചിച്ചിരുന്നത്? അല്ല, സർക്കാർ ഈ വിഷയത്തിൽ വളരെ കൃത്യമായ ഒളിച്ചുകളി ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്ന് വളരെ വ്യക്തമായിട്ടിരിക്കുകയാണ്. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് അതിരൂക്ഷമായ വിമർശനമാണ്. കാരണം സർക്കാർ മൗനവും നിഷ്ക്രിയവുമായിരുന്നു, ഇനി അത് തുടരാൻ പാടില്ല എന്നുള്ളതും സർക്കാർ ഉദാസീനമായ നടപടിയാണ് ഈ വിഷയത്തിൽ എടുത്തത് എന്നുള്ളതും ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കോഗ്നിസബിൾ ഒഫൻസിൽ എന്ത് ഇൻവെസ്റ്റിഗേഷനാണ് നടത്തിയത് എന്നുള്ള ചോദ്യം ചോദിച്ചതും 3 കൊല്ലമായിട്ട് ഈ റിപ്പോർട്ട് എന്തിനാണ് പൂഴ്ത്തിവെച്ചിരുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സർക്കാരും പറഞ്ഞ എല്ലാ ന്യായീകരണങ്ങളും കോടതി അപ്പാടെ തള്ളി എന്നുള്ളതും സർക്കാർ ഇതിനകത്ത് ഒളിച്ചുകളി നടത്തിയിട്ടുണ്ട് എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിവെക്കുന്നതുമാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പിന്നെ ഇതിനകത്ത് ശ്രീ രാഹുൽ ഈശ്വർ ഇവിടെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞ മാധ്യമങ്ങളോട് സംയമനം പുലർത്തണമെന്ന് പറഞ്ഞു, മാധ്യമങ്ങളെ കാണരുത്, SIT കാണരുത് എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അതിനകത്ത് വളരെ കൃത്യമായി ശ്രീ രാഹുൽ ഈശ്വർ ആ ജഡ്ജ്മെന്റിന്റെ കൃത്യമായ പേജ് പറയുവാണെങ്കിൽ 7ാമത്തെ പേജിൽ വളരെ കൃത്യമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നുണ്ട്. വി മേക്ക് ഇറ്റ് ക്ലിയർ ഹൗവർ ദാറ്റ് ദ റെസ്ട്രിക്ഷൻ എഗെയിൻസ്റ്റ് ഗിവിംഗ് പ്രസ് കോൺഫറൻസസ് ഷാൽ നോട്ട് ബി സീൻ ആസ് പ്രിവെന്റിംഗ് ദ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫ്രം ഗിവിംഗ് സച്ച് ഇൻഫർമേഷൻ without mentioning the names of any person as would indicate the progress that they have made in their investigation. അതായത് ആ അന്വേഷണ സംഘം മാധ്യമങ്ങളോട് ഈ ആളുകളുടെ പേര് വെളിപ്പെടുത്താതെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പവുമില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായത്തിന്റെ ഭാഗത്ത് 7ാമത്തെ പേജിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇനി 2ാമത്തെ കാര്യം, ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ വളരെ സുപ്രധാനമായ കാര്യം, ഞങ്ങൾ എന്നെന്നും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടിരുന്നത് ഒരു കോഗ്നിസബിൾ ഒഫൻസ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് FIR എടുത്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്നുള്ളതാണ്. അത് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ നിന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായി SITക്ക് കൊടുക്കണമെന്നുള്ളതും ആ SIT ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള കോഗ്നിസബിൾ ഒഫൻസ് നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ നിയമം അനുസരിച്ച് അതിനകത്ത് അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തണമെന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കണം. പിന്നെ ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വർ ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 48ാമത്തെ പേജിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അതിനകത്ത് 32ാമത്തെ പേജിൽ മറ്റ് 116ാമത്തെ പേജിൽ ഉൾപ്പെടെയുള്ള വളരെ കൃത്യമായ ജസ്റ്റിസ് ഹേമ പറയുന്ന വളരെ സുപ്രധാനമായ ഒരു കാര്യമുണ്ട്. ഈ ഫീൽഡിൽ അല്ലെങ്കിൽ സിനിമാ ഫീൽഡിൽ എല്ലാവരും മോശക്കാരാണ് എന്നുള്ള ഒരു അഭിപ്രായം ജസ്റ്റിസ് ഹേമയ്ക്കുമില്ല, ഈ നടിമാർക്കുമില്ല, നമുക്ക് ആർക്കുമില്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുകയും വേണ്ട. പക്ഷെ ജസ്റ്റിസ് ഹേമ പറഞ്ഞ 2 അവസരത്തിൽ അവരെ മൊഴി നൽകിയവർക്കുമില്ല. ഞാൻ അതാണ് പറഞ്ഞു, ഈ നടിമാർക്കുമില്ല,
മൊഴി നൽകിയവർക്കുമില്ല, നമുക്കുമില്ല, മാധ്യമങ്ങൾക്കുമില്ല, ആർക്കുമില്ല. വളരെ നന്നായിട്ട് പോയ സംവിധായകനെയും സഹസംവിധായകനെയും അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിപാദനം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അതല്ല അവിടുത്തെ വിഷയം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ രണ്ടിടത്തിൽ വളരെ കൃത്യമായ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ട് ഈ നടിമാർ എന്തുകൊണ്ട് ഇത് കേസിലേക്ക് പോയില്ല എന്നതിന്റെ കാരണം അവരങ്ങനെ കേസിന് പോയിട്ടുണ്ടെങ്കിൽ അവർ ആ ഫീൽഡിൽ നേരിടാൻ പോകുന്ന കോൺസിക്വൻസസ് അത് അതിഭീകരമാണ് എന്നുള്ളതും, അത് അവർ സിനിമാ ഫീൽഡിൽ മാത്രമല്ല അവരുടെ കുടുംബജീവിതത്തിൽ ഉൾപ്പെടെ നേരിടാൻ പോകുന്ന കോൺസിക്വൻസസിന്റെ ഇന്റൻസിറ്റി അറിഞ്ഞിട്ട് ഞാൻ തന്നെ അന്തിച്ചു പോയി എന്നുള്ളതും, അത് കേട്ടപ്പോൾ അവർ കേസിന് പോകാത്തതിൽ എനിക്ക് തന്നെ ഒരു അതിശയം തോന്നിയില്ല എന്ന് മാത്രമല്ല ഐ ആം ഓൾസോ സാറ്റിസ്ഫൈഡ് ദാറ്റ് എന്നുള്ള വാക്കാണ് കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ സിനിമാ മേഖലയിൽ നടക്കുന്ന മാഫിയകളുടെ പ്രവർത്തനം ഏത് തലത്തിലാണ് എന്നുള്ളത് ജസ്റ്റിസ് ഹേമ വളരെ കൃത്യമായി അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കിത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കാണുന്ന ഒരു സർക്കാരാണെങ്കിൽ ശ്രീ രാഹുൽ ഈശ്വർ 2020 കിട്ടിയ ഈ റിപ്പോർട്ട് 2024 വരെ പൂത്തിവെക്കുമോ? 2020 കൊടുത്ത ഈ റിപ്പോർട്ടിൽ ഇത്ര ക്രൂഷ്യലായ ചില സ്റ്റേറ്റ്മെന്റുകളും കൊഗ്നിസബിൾ ഒഫൻസും ഉണ്ടെങ്കിൽ അതിനകത്തൊരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കില്ലായിരുന്നു. ആ 2020 കിട്ടിയ റിപ്പോർട്ടിൽ ആ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരാൾക്കെതിരെ ഞാൻ എല്ലാ ആരോപണങ്ങളും ശരിയാണ് എന്നുള്ളൊരു വാദഗതി ഇവിടെ പറയുന്നില്ല. ഞാനത് മുന്നത്തെ ചർച്ചയിലും ഞങ്ങളുടെ പ്രതിനിധികളും പാർട്ടിയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പലതും കൺസെൻഷ്വൽ ആയിട്ടുള്ള സെക്ഷുവൽ റിലേഷനുകളാവാം. പക്ഷേ സെക്ഷുവൽ എക്സ്പ്ലോയിറ്റേഷൻ നടന്ന ഒരു കേസാണുള്ളെങ്കിൽ പോലും, ഞാൻ വീണ്ടും പറഞ്ഞു ഒരെണ്ണമാണുള്ളതെങ്കിൽ പോലും ആ ഒരെണ്ണത്തിലെ കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിച്ചാൽ പിന്നെ ഒന്നും ആ മേഖലയിൽ ഉണ്ടാവില്ലായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഈ സർക്കാർ എന്ത് ചെയ്തു? ഈ കഴിഞ്ഞ 4.5 കൊല്ലമായി സർക്കാർ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനുണ്ടാക്കിയോ? എന്തിനു ഏറെ പറയുന്നു? ആ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള എന്തെങ്കിലും ഒരു നടപടി ഈ സർക്കാർ എടുത്തോ? ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടായിരുന്നുവെങ്കിൽ ശ്രീ രാഹുൽ ഈശ്വർ ഇന്ന് വരുന്ന ഈ ആരോപണങ്ങൾ അവരുടെ വിക്ടിമിന്റെ പേരും പുറത്തു വരണ്ടായിരുന്നു, അക്യൂസ്ഡിന്റെ പേരും പുറത്തു വരണ്ടായിരുന്നു. ഇവർക്ക് നേരാവണ്ണം പോയി ഒരു പരാതി കൊടുത്ത് ഇതിനകത്ത് അന്വേഷണം നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നല്ലോ. അപ്പോ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അനാസ്ഥയാണ്. സർക്കാർ ഇതിനകത്ത് കൃത്യമായ ഒളിച്ചുകളിയാണ് നടത്തിയിരിക്കുന്നത്. ആ ഒളിച്ചുകളി കോടതി ഇവിടെ തച്ചുടച്ചിരിക്കുന്നതിന്റെ കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. അതിരൂക്ഷമായ വിമർശനത്തിലൂടെ തച്ചുടച്ചിരിക്കുകയാണ്. ഞങ്ങൾ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള SIT അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ അത് വളരെ പ്രതീക്ഷാപൂർവ്വം കാണുകയാണ്. മലയാള സിനിമാ മേഖലയിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തന്നെ നല്ല ഇടപെടലുകൾ നടത്തണമെന്നുണ്ടെങ്കിൽ പഴയ വിഷയങ്ങളിൽ മാതൃകാപരമായ ശിക്ഷണ നടപടികൾ ഉണ്ടായാൽ മാത്രമേ ഫ്യൂച്ചറിൽ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കുകയുള്ളൂ. അത് തന്നെയാണ് വേണ്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ശരി, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇതിപ്പോൾ ഈ ആരോപണങ്ങൾ വെളിപ്പെടുത്തലുകളുടെ രൂപത്തിലേക്കൊക്കെ പുറത്തു വരുമ്പോൾ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം, വിമർശകർ പറയുന്ന ഒരു കാര്യം, പലതും കൺസെൻഷ്യൽ ആണല്ലോ എന്നുള്ളതാണ്. പക്ഷേ ഒരു സംവിധാനത്തിൽ ഇത് ഇങ്ങനെയല്ലാതെ നിങ്ങൾക്ക് ആ മേഖലയിൽ തുടരാനാകില്ല. ഈ ജോലി വേണമെങ്കിൽ, സിനിമയിൽ നടിയായി തുടരണമെങ്കിൽ ഈ രൂപത്തിൽ നിങ്ങൾക്ക് നിൽക്കേണ്ടി വരും എന്ന ഒരു സാഹചര്യം വരുമ്പോൾ പലരും അതിന് വിധേയപ്പെട്ടു പോയിട്ടുണ്ട്. അതും മൊഴികളായി എത്തിയിട്ടുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ. അപ്പോൾ അത് കൺസെൻഷ്യൽ എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അത് തള്ളിക്കളയാവുന്ന കാര്യമാണോ? ഇതൊരു ഗുരുതരമായ പ്രശ്നം ഈ മറ്റു മേഖലകളിലും ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഈ മേഖലയിൽ ഇങ്ങനെ പറ്റൂ എന്ന് പറയുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? അത് കോടതി ആ നിലയ്ക്ക് അഡ്രസ് ചെയ്യുമോ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ? തീർച്ചയായിട്ടും അത് നിയമത്തിൽ ക്ലിയർ ആണ്. അൺഡ്യൂ ഇൻഫ്ലുവൻസ്, അതായത് കൺസെന്റ് കൊടുക്കുന്നത്, കൺസെന്റ് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിരിക്കണം. അതല്ലാതെ ഒരാളെ കൊയേഴ്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു നിർബന്ധിതമാക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചിട്ട് അതിനെ ചില നിയമത്തിലെ ചില വാക്കുകളുണ്ട്, ആ രീതിയിൽ കൊണ്ടെത്തിച്ചിട്ട് ഒരു കൺസെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു കൺസെന്റ് അല്ല. അത് നിയമത്തിൽ വളരെ ക്ലിയർ ആണ്. അത് റേപ്പിന്റെ ഡെഫിനിഷന് വരുന്നതിൽ അത് വരും. ഞാൻ മീഡിയ ഫ്രീഡത്തെ പറ്റി പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ശ്രീ രാഹുൽ ഈശ്വർ കേൾക്കുന്നുണ്ടായിരിക്കും. അതായത് മീഡിയ 4th പില്ലർ ഓഫ് ഡെമോക്രസിയാണ്. മീഡിയയെ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് ഒരു ഓർഡർ ഇടാൻ പാടില്ല എന്ന് സുപ്രീം കോടതിയുടെ പല ഭരണഘടനാ ബെഞ്ചുകളുടെ വിധികളുണ്ട്. മീഡിയയെ എന്തെങ്കിലും കാര്യത്തിൽ റെസ്ട്രെയിൻ ചെയ്യുന്നത് എക്സെപ്ഷണൽ ആയിട്ടുള്ള സർക്കംസ്റ്റൻസിൽ മാത്രമേ മീഡിയ ഫ്രീഡം കട്ടേൽ ചെയ്തുകൊണ്ട് ഹൈക്കോടതികൾക്കൊക്കെ ഒരു ഓർഡർ ഇടാൻ കഴിയൂ. അത് ഹൈക്കോടതിക്ക് അറിയാം. അതുകൊണ്ട് ഈ ഒരു ഓർഡറിനകത്ത് മീഡിയ ഫ്രീഡം ഒന്നും കട്ടേൽ ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ഡെമോക്രസി ആയിരിക്കുന്നിടത്തോളം ചർച്ചകൾ നടക്കും. ഞാൻ ഇതിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മൾ മീഡിയയിൽ കൂടെ കണ്ട ഒരു വാർത്തയാണ്, കാരവണില് ഒളി ക്യാമറ വെച്ച് അത് കാണുന്നവരുണ്ട് എന്നൊരു ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതിനെപ്പറ്റി ഗവൺമെന്റ് എന്ത് ചെയ്തു?
അതിനി ഹൈക്കോടതിയുടെ ഓർഡർ വേണോ? ഇങ്ങനെ ഒരു മനസ്ഥിതിയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ നടിയെ ആക്രമിച്ച് ഒരു വീഡിയോ എടുത്തു, അതിനകത്തൊരു ഗൂഢാലോചന നടന്നു എന്ന ഒരു ആരോപണം വരുമ്പോൾ ജനങ്ങൾ എന്താണ് അതിനെപ്പറ്റി മനസ്സിലാക്കേണ്ടത്? ആ ഒരു കേസിൽ ഇതുവരെ 7 വർഷമായിട്ട് ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ അബിൻ വർക്കി ചൂണ്ടിക്കാണിച്ചതുപോലെ അന്ന് നമുക്ക് നട്ടലുള്ള ഒരു MLA ഉണ്ടായിരുന്നുകൊണ്ടാണ് ആ കേസ് അത്രയെങ്കിലും എത്തിയത്. അല്ലെങ്കിൽ അത് ചിലപ്പോൾ അവിടെ കുഴിച്ചു മൂടപ്പെടുമായിരുന്നു. അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഇതുവരെ ഒരാൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞോ നമ്മുടെ നിയമ സംവിധാനത്തിന്? അവിടെയാണ് നമ്മുടെ നിയമ സംവിധാനം പരാജയപ്പെട്ടിരിക്കുന്നത്. ഇതിൽ എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്റ്റേറ്റിന്റെ മാത്രമല്ല, ജനങ്ങൾക്കെല്ലാം ഇത് സാഹോദര്യം എന്ന് പറയുന്ന ഒരു മൂല്യമുണ്ട് ഭരണഘടനയിൽ. ഇത് നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാനും പോലീസിന് അതിന്റെ പുറത്ത് ആക്ഷൻ എടുക്കാനും ഒക്കെ ഉള്ള സാമൂഹ്യമായിട്ടുള്ള ഒരു മാറ്റമാണ് വരേണ്ടത്. ഗവൺമെന്റ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, ചെറിയൊരു വിയോജിപ്പുണ്ട് ശ്രീമതി അജിത മാഡം പറഞ്ഞതിനോട്. കാരണം ബെയിൽ കൊടുക്കുന്നത് എപ്പോഴും കുറ്റക്കാരനല്ല എന്ന് അർത്ഥമൊന്നുമില്ല. ബെയിൽ കൊടുക്കുന്നത് കോടതി കൺസിഡർ ചെയ്യേണ്ട 3 കാര്യങ്ങളേ ഉള്ളൂ. ഇയാൾക്ക് ബെയിൽ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ നിയമപരിധി വിട്ടു പോകുമോ, 2 വിറ്റ്നസ്സുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുമോ, ഡോക്യുമെന്ററി അതെ, അത് അതിന്റെ എത്ര നാള് മുമ്പ് നടന്ന ഒരു ഒഫൻസ് ആണ് അലിഗേഷൻ വന്നത്. ആ ഒരു കാര്യം കോടതി പരിശോധിച്ചിട്ട് ഫൈനൽ ആയിട്ടുള്ള അതിന് പെട്ടെന്ന് സ്പീഡി ട്രയലും ഒരു ശിക്ഷ ഉണ്ടെങ്കിൽ അത് കുറ്റക്കാരനെ ശിക്ഷിക്കുന്നതുമാണ് നിയമ സംവിധാനത്തിന്റെ വിജയം എന്ന് പറയുന്നത്. ബെയിൽ കിട്ടാതെ കുറച്ചുനാൾ ദിലീപ് ജയിലിൽ കിടന്നല്ലോ. അതുകൊണ്ട് ആ കേസിലെ ഒരു പരിഹാരമായോ? ആ നടിയെ ആക്രമിച്ച കേസിൽ ആരാണ് കുറ്റക്കാരെന്ന് കോടതി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. തീർച്ചയായും അതിങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കുന്നു. അതിലുണ്ടായ ഇടപെടലുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. സമയക്കുറവ് ഉള്ളത് കൊണ്ടാണ്. അജിത, വേഗം ചുരുക്കി ഒന്ന് പറയാമോ? പറഞ്ഞോളൂ. അത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങളോട് സഹകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സിനിമാ സെറ്റിൽ അഭിനയിക്കാൻ പറ്റുള്ളൂ, നിങ്ങളുടെ തൊഴിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രലോഭനമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സഹകരണം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലുള്ള ഇടപാടുകളാണ്. അപ്പോൾ ഈ ലൈംഗികമായിട്ടുള്ള ഈ ഇടപാടുകൾക്ക് വഴങ്ങാൻ തയ്യാറായ ഒരാൾക്ക് സിനിമയിൽ ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു മെസ്സേജ് ആദ്യമേ കൊടുക്കുന്നു. അത് മാത്രമല്ല, അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ പോലും ലൈംഗികമായിട്ട് മെമ്പർഷിപ്പ് ഫ്രീ ആയിട്ട് കൊടുക്കും, ലൈംഗികമായിട്ട് വഴങ്ങാൻ തയ്യാറായാൽ. ആ ഇടവേള ബാബു എന്ന് പറഞ്ഞ കക്ഷിക്ക് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഒരു സ്ത്രീ പറയുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ഈ സിനിമാ മേഖലയിലേക്ക് ഇപ്പം ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, ഈ IC എന്നുള്ള ഇത് അവിടെ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ സഹകരിക്കുന്നവർ മാത്രമേ അങ്ങോട്ട് കടത്തുന്നുള്ളൂ എങ്കിൽ പിന്നെ എങ്ങനെയാണ് IC ഉണ്ടാക്കിയാലും അതിനോട് എന്ത് സഹകരണം ഉണ്ടാവുക, അതിനെക്കൊണ്ട് എന്ത് ഫലം ഉണ്ടാവുക എന്നുള്ളത്. അതായത് സഹകരിക്കുക എന്നുള്ള ആ ഒരു സംഭവം കംപ്ലീറ്റ് ഒഴിവാക്കപ്പെടുന്നുണ്ട്. സ്ത്രീ ചൂഷണം എന്നുള്ളതും സ്ത്രീ പീഡനം എന്നുള്ളതും കംപ്ലീറ്റ് ഇല്ലാതാകുന്ന, അവരുടെ കഴിവുകളെ മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയിരിക്കണം ഇനി നമുക്ക് ഏതായാലും സർക്കാർ നടപടിയെടുക്കാൻ വേഗത്തിൽ നീങ്ങാൻ നിർബന്ധിതമായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള സാഹചര്യം. വളരെ നന്ദി അബിൻ വർക്കി, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ, കെ അജിത, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ചർച്ചയിൽ പങ്കെടുത്തതിന്.